ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ തൊട്ടടുത്തൊരു ചെറിയ ബെല്ലൈക്കൺ കാണും, അതിലൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ മുകളിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഹായ് ഓൾ, അസ്സാം വലൈക്കും. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും തനൂസ് കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു ഈവനിങ് സ്നാക്കാണ് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. അതിന് പാലാട എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ അത് സാധാരണ മൈദപ്പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ ഞാൻ 1/4 കപ്പ് ഗോതമ്പ് മാവാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം, ഗോതമ്പ് പൊടി. പിന്നെ വേണ്ടത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര, പിന്നെ ഒരു കോഴിമുട്ട, പിന്നെ ആവശ്യത്തിന് നെയ്യ്. ഇത്രയാണ് ഇതിനിപ്പോൾ ആവശ്യമായിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടി, ഒരു നുള്ളു ഉപ്പ്. ഇപ്പോൾ ഗോതമ്പ് പൊടിയും പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു മുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി, ഒരു നുള്ള ഏലക്കാപ്പൊടിയും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് മാറ്റി ഉടച്ചെടുക്കാം. മുട്ടയും നന്നായിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് ചേർക്കാം. ഇപ്പം ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടിട്ടാണെങ്കിൽ ഇത് പെട്ടെന്ന് കട്ടകളൊന്നും ഇല്ലാതെ ഉടഞ്ഞു കിട്ടും. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ വെള്ളത്തിന്റെ അളവ് പറയാനുള്ള കാര്യം, ഇതിന്റെ വെള്ളത്തിന്റെ അളവ് നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കില്ലേ, അതിനേലും കുറച്ചുകൂടി കട്ടി ഉണ്ടാവണം. ദോശയുടെ ബാറ്ററിന്റെ നീർദോശയുടെ ഒരു ഇടക്ക് തന്നെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം ഇതിന്റെ ഒരു ബാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്ത് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചതിന് ശേഷം, കണ്ടോ ഇത് നന്നായിട്ട് വന്നിട്ടുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ. ഇനി ഇതിലേക്ക് ബാക്കി വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. കുറച്ചുകൂടി വെള്ളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കറക്റ്റ് പരുവായി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം കിട്ടാനായിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ പാലാടയുടെ സെന്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു തേങ്ങാക്കൂട്ടാണ് തയ്യാറാക്കുന്നത്. ഈ തേങ്ങ അല്ലെങ്കിൽ നമുക്ക് ന്യൂട്ടല്ല വേണമെങ്കിൽ തേച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഡേറ്റ് സിറപ്പ് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് നെയ്യിലൊന്ന് വെളിയിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ വേണമെങ്കിൽ കിസ്മസും കാഷ്യൂസും ഒക്കെ ചേർക്കാം കേട്ടോ. പക്ഷെ ഞാനിവിടെ ഇപ്പം തേങ്ങ മാത്രം ഒന്ന് മൂപ്പിച്ചെടുക്കണുള്ളൂ. അതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. തീ കുറച്ചൊക്കെ, തേങ്ങ അല്ലെങ്കിൽ കരിഞ്ഞു ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി. കളറൊന്നും മാറാനൊന്നും നിൽക്കണ്ട. തേങ്ങ മൂത്ത് വരുമ്പോഴേക്ക് കുറച്ച് പഞ്ചസാര കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. തേങ്ങയും പഞ്ചസാരയും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, ഒരു 3-4 എണ്ണം ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ. തേങ്ങ ഒന്ന് മൂത്ത് വന്നാൽ മാത്രം മതി, കളറ് മാറാൻ തുടങ്ങണ്ട. അപ്പം ഈ ഒരു പരുവം മതി. ഒരു 2 മിനിറ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി തീ ഓഫ് ചെയ്യാം. ഇപ്പം ഈ പാത്രത്തിന്റെ ചൂടിൽ ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ഏകദേശം ചൂടായി വരുമ്പോഴേക്ക് ഞാൻ കുറച്ച് ഓയിലൊന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ മാവ് ഒഴിച്ചു കൊടുക്കാം. മാവ് വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിക്നെസ്സിലൊന്നും പരത്തരുത്, വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അപ്പോൾ അതാ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മൾ സാധാരണ ഗോതമ്പ് ദോശയൊക്കെ ഉണ്ടാക്കില്ല, അതുപോലെ ഗോതമ്പ് ദോശയ്ക്ക് കുറച്ചുകൂടി കട്ടിയിലൊക്കെ ഉണ്ടാക്കും. പക്ഷെ അതിനേലും വളരെ നൈസായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. അത്ര വ്യത്യാസമുള്ളൂ നമ്മുടെ നീർദോശയുടെയൊക്കെ ആ ഒരു ടൈപ്പ്. ഇപ്പം നമ്മുടെ ഒരു പാലാട ഒരു വശം വേകാറാവുമ്പോൾ അതിലെ മീതെ കൂടി ഇതുപോലെ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നെയ്യ് തൂത്ത് കൊടുക്കാം.
അപ്പോൾ ഇതാ നമ്മുടെ ഒരു പാലാട വെന്തിട്ടുണ്ട്. അപ്പം ഇത് മറിച്ചിട്ടൊന്നും വേവിക്കേണ്ട കാര്യമില്ല. കാര്യം ഞാനിത് വളരെ നൈസായിട്ടാണല്ലോ പരത്തിയെടുത്തത്. ഇത് മറിച്ചിടേണ്ട ആവശ്യം വരുന്നില്ല. ഇതുപോലെ എടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ഇതുപോലെ ഓരോ പാലാടയും ചുട്ടെടുക്കണം. അപ്പോൾ അടുത്തത് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന്റെ സെന്ററിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ തേങ്ങാക്കൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് ഇതുപോലെ മടക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഒരു പാലാട ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഞാൻ 2 പാലാടയിൽ നമ്മൾ തേങ്ങ വെള്ളരിച്ചതാണ് ചേർത്തത്. ഞാൻ അടുത്തതിലേക്ക് ഡേറ്റ് സിറപ്പാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. തീ ഓഫ് ചെയ്യാം കേട്ടോ. ഡേറ്റ് സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മടക്കാം, അല്ലെങ്കിൽ റോൾ ചെയ്യുക, എന്നിട്ട് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെക്കാം. അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. പക്ഷെ സാധാരണ നമ്മൾ ബേക്കറി പലഹാരങ്ങളൊക്കെ മേടിച്ചു കൊടുക്കുന്നതിനാലും വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ റോൾ ചെയ്യുകയൊക്കെ ചെയ്യാം നമുക്ക്. അപ്പോൾ ഇതാ നമ്മുടെ പാലാടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കരുത്. വീണ്ടും നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. താങ്ക്